അപ്പോൾ ഭക്തി മൂവ്മെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്ന് ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട റൈറ്റിങ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പോയറ്റ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിൻ്റെ ഭക്തരെ ആൽവാർസ് എന്നും ശിവൻ്റെ ഭക്തരെ നായനാർസ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആൽവാർസ്, ഡിവോട്ടീസ് ഓഫ് ശിവ നായനാർസ്. അപ്പം അത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നോക്കിക്കേ, വിഷ്ണുവിൻ്റെ ഭക്തരായിട്ടുള്ള ആൽവാർസിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ആരൊക്കെയാണ്? കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഈ കൂട്ടറിലെ ആരുടെയെങ്കിലും ഒരാളുടെ പേര്, ഒരു കൂട്ടരുടെ പേര് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. എങ്കിലേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് വൃത്തിക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നോക്കിയേ, ഇനി ശിവൻ്റെ ഭക്തരാണ് ഏത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നയനാർസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയായിരുന്നു? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. അപ്പം ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കവികളിനകത്ത് ഉൾപ്പെടുന്നത്.